ബോംബാക്രമണത്തിൽ നിന്ന് അതിജീവിച്ചതിനു ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി ഗുരുതരമായ മെഡിക്കൽ വെല്ലുവിളികൾ നേരിടുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഖമീനിയുടെ കൈയിൽ ശസ്ത്രക്രിയ നടത്തി. മുഖത്ത് ഗുരുതരമായി പൊള്ളലേറ്റു. ഒരു കാലിന് 3 തവണ ശസ്ത്രക്രിയ നടത്തി. കൂടാതെ കൃത്രിമക്കാൽ വെക്കാനൊരുങ്ങുകയുമാണ്. ബോംബ് ആക്രമണത്തിൽ നിന്ന് അതിജീവിച്ച ശേഷം ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമീനി ഗുരുതരമായ മെഡിക്കൽ വെല്ലുവിളികളാണ് നേരിടുന്നത്. ഒരു കൈക്ക് ശസ്ത്രക്രിയ നടത്തി. ഇത് പതിയെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഒരു കാലിന് 3 തവണ ശസ്ത്രക്രിയ നടത്തിയെന്നും കൃത്രിമ കാൽ വെക്കാൻ ഒരുങ്ങുകയാണെന്നും പറയുന്നുണ്ട്. അതേപോലെ മുഖത്തും ചുണ്ടുകൾക്കും ഗുരുതരമായ പൊള്ളലേറ്റതിനാൽ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഖമീനിക്ക് ഗുരുതരമായ പരിക്കേറ്റെങ്കിലും അദ്ദേഹം മാനസികമായി ശക്തനും സജീവവുമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പരിചയമുള്ള 4 മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. കൈപ്പട എഴുതിയ കത്തുകൾ എൻവലപ്പിൽ വെച്ച് സീൽ ചെയ്ത കാർ അല്ലെങ്കിൽ ബൈക്ക് മുഖാന്തരമായി അദ്ദേഹത്തിന്റെ ഒളിസങ്കേതത്തിൽ എത്തിക്കുകയാണ്. ഇസ്രായേൽ കണ്ടുപിടിക്കുമെന്നും കൊല്ലുമെന്നും ഭയമുള്ളതിനാൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ പോലും അദ്ദേഹത്തെ സന്ദർശിക്കാറില്ല. ഇറാനിലെ നിലവിലെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് സൈന്യമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.